ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്ന എന്തേ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചെറുതായിട്ടൊന്നും ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി വന്ന് വീണ് എന്റെ കാലിന്റെ നെട്ടും പൊട്ടും പോയി കുത്തും. അപ്പൊ എന്നും വരുന്ന ഡോക്ടറെ അടുത്ത് തന്നെയാണ് ഞാൻ എന്റെ കമ്പനിക്കാരിൽ നിന്ന് വന്നത്. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ട് സംഭവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലെ ക്ലൈമറ്റിലാട്ടിൽ എത്ര ബെറ്റർ ആണ് ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ക്ലൈമറ്റിനെ കുറിച്ച് ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊന്നാര മക്കളെ, നാട്ടിലെ ചൂട് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റും. നാട്ടുപുറമൊക്കെ പൊള്ളാണ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ. അതിനിപ്പോ മലപ്പുറം ആവട്ടെ, വയനാടാവട്ടെ, കോഴിക്കോടാവട്ടെ, ഇടുക്കിയാവട്ടെ, എവിടെ ആയാലും പെരും ചൂടാണ്. അപ്പൊ ഇങ്ങനെ ചൂടായതുകൊണ്ട് തന്നെ ഞാനും എന്റെ കമ്പനിക്കാരൻ ആഗോളതാവലത്തിന്റെ സന്തുലിതാവസ്ഥ തെറ്റിക്കിടക്കാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ബിഡൽസ് മുട്ടിട്ട് ഞങ്ങൾ പോയിക്കൊടുക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഞങ്ങളവിടെ. സംഭവം വേറൊന്നല്ല, റഗ്ബിയാണ്. ഗേൾസിനും ബോയ്സിനും ഉണ്ടായി. അത് ഞങ്ങൾ ഇങ്ങനെ കണ്ടെത്തുന്നത് കാരണം നമ്മളെ നാട്ടിൽ ഇത് പൊതുവേ കാണാറില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളെ കുറച്ചേരം അങ്ങനെ കണ്ടെത്തുന്നത്. ഈ കാണുന്ന മല കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ നിങ്ങട്ടാ പോണെന്ന്. അതെ, വയനാട്ടിലേക്ക്. നട്ടുച്ച വെയിലും നടുപ്പുറം പൊള്ളുന്നതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിനി. അതുകൊണ്ട് ഞാൻ എന്റെ കമ്പനിക്കാരൻ ഇന്ന് വൈറ്റ് ഹൗസ് കയറി. നല്ല എക്സ്പെക്ടേഷനിൽ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കയറിയത്. കാരണം നിൽക്കാതെ റീലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ ചെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. കാരണം അമ്മട്ടത്തിൽ തിരക്കേനി. ഞങ്ങൾ ചെന്ന പാടെ തന്നെ സ്റ്റാർട്ടർ ആയിട്ട് ഒരു മട്ടൻ സൂപ്പ് അങ്ങോട്ട്. അപ്പൊ മട്ടൻ സൂപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കുടിച്ച് എനിക്ക് അവിടെ കുടിച്ചേല് അല്ലെങ്കിൽ തിന്നേല് നല്ലതെന്ന് തോന്നിയത് അന്നത്തെ ദിവസം ആ മട്ടൻ സൂപ്പ് മാത്രമേ. കാരണം ഞങ്ങൾ ഈ ഓർഡർ ചെയ്ത മന്തിയൊക്കെ ഞാൻ അതിർപ്പത്തിൽ ചെസ്റ്റ് പീസ് റൈസ് ഒക്കെ വാരിയിട്ടുണ്ട്. പക്ഷെ അന്ന് കഴിച്ചപ്പോൾ എനിക്ക് എന്റെ കമ്പനിക്കാരൻ ഈ സാധനം പറ്റിയില്ല, നല്ല ഒരു ടേസ്റ്റ് ഇല്ല. എക്സ്പെക്ടേഷൻ വെച്ചിട്ട് പോയിട്ട് അത് ഫുള്ള് താഴ്ത്തി. എന്തായാലും കഴിച്ചത് മൂഞ്ചിന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ കമ്പനിക്കാരൻ പറയുന്നത്, ഇതാണ് മറ്റേ ബസ്സിൽ നിന്നൊക്കെ ആൾക്കാർ തലയിട്ട് പൈസ എറിഞ്ഞു കൊടുക്കുന്ന പള്ളി. പള്ളിയൊക്കെ കഴിഞ്ഞ് ഒരു രണ്ടിന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്നാം വളവാൻ കഴിഞ്ഞു. അവിടുന്ന് ഇങ്ങനെ മേലോട്ട് നോക്കിയപ്പോൾ മക്കളെ അങ്ങനെ കണിഞ്ഞു കുറെ കയറാണ്ടിരുന്നു. സംഭവത്തിനാണ് കുറെ കയറാണ്ട്. അതും പറഞ്ഞ് കുത്തുമ്പോത്തിന് നമ്മളെ രണ്ടാം വളവിൽ. പണ്ടൊക്കെ വയനാട് ചുരത്തുമ്പോത്തിനെ തണുക്കലുണ്ടായിനി. പക്ഷെ ഇത് ചുരം കേറി തുടങ്ങിയിട്ട് ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വേർത്തൊലിച്ച്. അതും പറഞ്ഞപ്പോൾ നമ്മൾ മൂന്നാം വളവെത്തി. സംഭവം ചങ്ങായിമാരെ നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഞാനും എന്റെ കമ്പനിക്കാരനും പറഞ്ഞ പോലെ തന്നെ ആഗോള താവലത്തിന്റെ സന്തുലിതാവസ്ഥ ഇവിടേക്ക് പോയി തുടങ്ങിയേക്കും. നമ്മൾ നേരെ നാലാം വളവിലെത്തി. നാലാം വളവിലെത്തിയപ്പോൾ നല്ല ഉപ്പിലിട്ടവും കാര്യങ്ങളൊക്കെ കഴിക്കാൻ നല്ല ബുദ്ധി. അപ്പൊ തന്നെ കമ്പനിക്കാരൻ പറഞ്ഞു, എന്നാ ഇവിടുന്ന് ലെഫ്റ്റ് കൊടുത്തോ, അവിടെ കുറെ കടകളുണ്ട്, നമുക്ക് അവിടുന്ന് നല്ല രീതിക്കാണ് കഴിക്കാം. നമ്മുടെ ചുരം എന്ന് പറയുന്ന ഒരു കട ഉണ്ടായി. ആ കടന്റെ പേര് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല. ഏതായാലും അവിടെ പോയിട്ട് നല്ല ഉപ്പിലിട്ട് ഞാൻ എന്റെ കമ്പനിക്കാരനും പള്ള നിറച്ച് തിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ള നിറച്ച് തിന്ന്. പിറ്റേസം മണിയും കിട്ടിക്കുന്ന അത് വേറെ കാര്യം കേട്ടോ. ഉപ്പും മുളകും കാര്യങ്ങളൊക്കെ കുറച്ച് തിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറെ എന്താണെന്നറിയില്ല. ആ ഉപ്പിലിട്ടൊക്കെ തിന്നപ്പോത്തിന് മേത്ത് പിന്നെയും ചൂടാണ് കൂടാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ ഇനി തിരിച്ച് നാട്ടിക്ക് പോവാന്ന് പറഞ്ഞ നാട്ടിക്ക് പോന്നപ്പോഴാണ് വൈക്കല നോളജ് സിറ്റി കാണുന്നത്. നമ്മൾ ഏത് മർക്കസിന്റെ നോളജ് സിറ്റി. ഇപ്പൊ അതിനൊരു കുറവ് വരുത്തണ്ടെന്ന് വിചാരിച്ച് ഞാൻ എന്റെ കമ്പനിക്കാരൻ അവിടെ കയറി ഓടി ഇറങ്ങിയിട്ടൊന്നുമില്ല. നേരെ വണ്ടി കൊണ്ട് അങ്ങനെ പോയി. ഒരു തലക്കത്താൻ തുടങ്ങി ഒരു തലക്ക് കൂടെ അങ്ങനെ ഇറങ്ങി. അവിടെ ചെന്നപ്പോഴാണ് ഈ ഒരു പള്ളി കാണുന്നത്. ഈ പള്ളി ഞാൻ കുറെ റീലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റിലൊന്ന് പറയും. പക്ഷെ എന്താണെന്നറിയില്ല, ആ ഏരിയയിലൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തത്ര അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആൾക്കാരൊന്നും ഞാൻ കണ്ടില്ല. ഇനിയിപ്പോ എന്തുകൊണ്ടാണ്, ആ നേരെ ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ അവിടെ ആൾക്കാർ വരില്ലെന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ സന്തുലിതാവസ്ഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്കാണ് പോയി. അപ്പൊ ഓക്കെ, ബൈ.